നീറ്റ് PG എക്സാമിന് 2000-നുള്ളിൽ റാങ്ക് വരാൻ ഞാൻ എത്ര ടൈംസ് റിവൈസ് ചെയ്യണം എന്നതാണ് അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. വളരെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഡയറക്റ്റ്ലി ആൻസർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. സ്റ്റിൽ നമുക്കൊന്ന് അതിൻ്റെ ഐഡിയ ഒന്ന് കൺവേ ചെയ്യാൻ നോക്കാം എന്നുള്ളതാണ്. 2000-നുള്ളിൽ റാങ്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹൈ ടോപ്പ് സ്കോർ വരുന്ന ഒരു റാങ്ക് തന്നെയാണ്. ഇഷ്ടമുള്ള സ്പെഷ്യാലിറ്റി, ഇഷ്ടമുള്ള സ്റ്റേറ്റിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ 2000 റാങ്കിൻ്റെ ഉള്ളിൽ വരുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ഇങ്ങനെ റാങ്ക് വാങ്ങിക്കുന്ന ആളുകൾ നോർമലി എത്ര തവണ റിവൈസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാമെന്നുള്ളതാണ്. നമ്മൾ കോമൺലി പറയാറുള്ളത് 19 സബ്ജക്ട്സ് അറ്റ്ലീസ്റ്റ് 8 to 10 ടൈംസ് നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. സോ അതൊരു ഫിക്സഡ് നമ്പറാക്കി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് ഞാൻ ഒബ്സർവ് ചെയ്തിരിക്കുന്ന കാര്യം 6 to 7 ടൈംസ് റിവൈസ് ചെയ്തിരിക്കുന്ന ആളുകളും 500-ലേക്കും 1000-ലേക്കോ റാങ്ക് വന്നിട്ടുണ്ട്. ദാറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദെയർ ക്വാളിറ്റി ഓഫ് റിവിഷൻ എന്നുള്ളതാണ്. പക്ഷേ നീറ്റ് PG പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ വാസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എക്സാമിന് റിപ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് വരുന്നത് 8 to 10 ടൈംസ് ഓഫ് റിവിഷൻ തന്നെയാണ്. സോ നമ്പർ ഓഫ് റിവിഷനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഓഫ് റിവിഷൻസ് തന്നെയാണ്. എന്നിരുന്നാലും നമ്മളൊരു 8 to 10 റിവിഷൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ നമുക്ക് പറ്റണം. എല്ലാ സബ്ജക്റ്റിലേക്ക് അത്ര തവണ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എവരി പോയിന്റ്സ് നമുക്ക് എക്സാമിന് സമയത്ത് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ ഞാൻ സ്ട്രെസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആ 8 to 10-നേക്കാളും കൂടുതലായിട്ട് പല സബ്ജക്റ്റുകൾ നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടി വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ സർജറി, കുറേ പേർക്ക് വരുന്നൊരു കാര്യമാണ് സർജറി ടോപ്പിക്സ് പ്രോപ്പർലി എക്സാമിന് റിപ്രൊഡ്യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളത്. കാരണം അതിൽ വരുന്ന പോയിന്റുകളൊക്കെ പലതും കൺഫ്യൂസിങ് ആണ്. തൈറോയിഡിലെയും ബ്രസ്റ്റിലെയും ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ എക്സാമിന് എങ്ങനെ മനസ്സിലാക്കും? മാത്രമല്ല എമർജൻസിയിൽ ചില മാനേജ്മെൻറ്റ്, ചില ആക്സിഡൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോക്കോളൊക്കെ വരുന്ന സമയത്ത് അത് എങ്ങനെ എക്സാക്ട്ലി മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ചില സമയത്ത് സർജറി, അനാട്ടമിയൊക്കെ 15-20 തവണയൊക്കെ റിവൈസ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിനെ കാണാറുണ്ട്. സോ അങ്ങനെ ചെയ്തിട്ടും, അതായത് 10 തവണ ചെയ്തിട്ടും നിങ്ങൾക്ക് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങളൊരു മിസ്റ്റേക്കായി കാണേണ്ട ആവശ്യമില്ല. പല ആളുകളും ചില പെർട്ടിക്കുലർ സബ്ജക്ട്സ് 8 or 10 മതിയാവില്ല. ആ സബ്ജക്റ്റ് അവർ ക്യുക്കായിട്ടുള്ള ഈ 15-20 റിവിഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ഫുള്ളി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള 15-20 റിവിഷൻസ് ആയിരിക്കില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ക്യുക്കായിട്ട് ആ സബ്ജക്റ്റ് ഒന്നുകൂടെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള റിവിഷൻ ആയിരിക്കും, എസ്പെഷ്യലി മൈക്രോബയോളജി ആൻഡ് ഫാർമക്കോളജി. അപ്പോൾ കോമൺ ആയിട്ടുള്ള റൂള് 8 to 10 എന്നുള്ള റിവിഷൻസ് ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അതിനേക്കാളും കുറവ് ചില ക്വാളിറ്റി ഓഫ് റിവിഷൻ നല്ല ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ആളുകൾ 5 or 6 or 7 ചെയ്തിട്ട് നല്ല സ്കോർ ചെയ്യുന്നതും കാണാറുണ്ട്. ജനറലായിട്ട് 8 to 10 ആണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. അതിൽ തന്നെ ചില പെർട്ടിക്കുലർ സബ്ജക്റ്റ്, എസ്പെഷ്യലി മൈക്രോ, സർജറി, ഫാർമക്കോളജി, അനാട്ടമി, ഈ പോലത്തെ പെട്ടെന്ന് വോളറ്റൈൽ ആയി മറന്നു പോകുന്ന സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ചിലപ്പോൾ 15-20 തവണ റിവൈസ് ചെയ്യേണ്ടി വരും. ഈ റിവിഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കംപ്ലീറ്റ്ലി A to Z ഫുള്ളായിട്ട് റീഡ് ചെയ്തെടുക്കുക എന്നല്ല. ചില റിവിഷൻസ് ഒരു റിവിഷൻ്റെ സീക്വലായിട്ട്, അതായത് ഒരു റിവിഷൻ കഴിഞ്ഞ് 3-4 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ക്യുക്കായിട്ടുള്ള റിവിഷൻസ് ആയിരിക്കും. സോ അതിൻ്റെ കൗണ്ടൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് 15 or 20 ഒക്കെ ചില സബ്ജക്റ്റിന് വരാമെന്നുള്ളതാണ്. സോ അക്കോർഡിംഗ് ടു യുവർ പ്രിപ്പറേഷൻ സ്റ്റൈൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് കാണാം.